ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്തദ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ റബ്ബിന്റെ മുൻപിൽ മനസാന്നിധ്യത്തോടെ, അല്ലെ, നമുക്കൊക്കെ അറിയാം നമ്മളുടെ നമസ്കാരത്തെ പറ്റിയിട്ടുള്ള ഒരു സെഷനാണ്. പരിശുദ്ധ റമളാനിന് ഇനി 2 മാസം തികച്ചില്ല, അല്ലെ. അപ്പോ നമ്മളൊക്കെ നല്ലോണം ഈ ഒരു റജബിന്റെ ഈ ഒരു തുടക്കത്തില് പാപമോചനം തേടലിലാണ്, നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കലാണ്, അല്ലെ. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു പാർട്ടാണ് നമ്മുടെ നമസ്കാരം. അപ്പോ പരിശുദ്ധ റമളാനിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തന്നെ നമുക്ക് നമ്മളുടെ നമസ്കാരത്തെ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കഴിവിന്റെ പരമാവധി ഉള്ളൊരു ശ്രമത്തിന്റെ ഭാഗമാവാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആൻ 50-ാം അധ്യായം 16-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് ഞാൻ അറിയുകയും ചെയ്യുന്നു, ഞാൻ അവന്റെ കണ്ഠനാടിയേക്കാൾ അവനോട് അടുത്തവനാണ്, അല്ലെ. അതേ അധ്യായത്തിൽ തന്നെ മറ്റൊരായത്ത് 186-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നുണ്ട്, നബിയെ, എന്റെ ദാസന്മാർ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ അവരോട് പറയുക, ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു. പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. കാരുണ്യവാനായ റബ്ബിന് നമ്മോടുള്ള അടുപ്പം വ്യക്തമാക്കുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ് നമ്മൾ കേട്ടത്, അല്ലെ. നമ്മുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അറിയുന്നവൻ, നമ്മുടെ കണ്ഠനാടിയേക്കാൾ നമ്മോട് അടുത്തവൻ, അങ്ങനെയാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് അള്ളാഹിനെ കുറിച്ചിട്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ആ സർവശക്തനായ റബ്ബിന്റെ അടുപ്പം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു നിർഭയത്വം, മനസ്സമാധാനം, സന്തോഷം, എന്ത് വിഷമങ്ങൾ വന്നാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അല്ലാഹ് എനിക്കൊപ്പം ഉണ്ട് എന്ന ആ ഒരു സമാധാനം, അത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ചിന്തിക്കണം. അവിടെയാണ് അതിലാണ് നമ്മുടെ നമസ്കാരത്തില് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഘടകമാണ് ശരിക്കും പറഞ്ഞാൽ അത്. ഇന്ന് നമ്മൾ ഒരുപാട് കാണുന്ന ബോർഡാണ് എന്താ മെന്റൽ വെൽനസ്, മെന്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ ഡിപ്രഷൻ, സ്ട്രെസ്, ഇവയ്ക്കെല്ലാം പരിഹാരം നെഗറ്റീവ് എനർജി അകറ്റാം, പോസിറ്റീവ് എനർജി കൈവരിക്കാം യോഗയിലൂടെ, മെഡിറ്റേഷനിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ. അപ്പോ നമ്മൾ ഇപ്പോ ഭയങ്കര ഒരു മാർക്കറ്റുള്ള ഒരു പ്രൊഫഷനാണ്. കാര്യം ആ ഒരു മെന്റൽ ഹെൽത്തിൽ ആ ഒരു സപ്പോർട്ട് വേണ്ടാത്തവര് വളരെ ചുരുക്കമാണ് നമ്മൾ ഓരോരുത്തർക്കും. ഇപ്പൊ ഒരു 2010 കാലയളവില് ടെൻഷൻ ആയിരുന്നു ആ ഒരു പദമെങ്കില് ഇന്നത് മാറി ഒരു 2020 എത്തിയപ്പോഴേക്കും സ്ട്രെസ്, ഡിപ്രഷൻ, അങ്ങനെയൊക്കെ പദങ്ങളൊന്ന് മാറിയിട്ടുണ്ടെന്ന് മാത്രം, അല്ലെ. അപ്പോ അതില് ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനൊക്കെയുള്ള പരിഹാരം നമ്മളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട്, നമ്മുടെ ഒരു ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് തന്നെ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവ് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എത്രത്തോളം നാം ഏറ്റവും നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് അനുഭവപ്പെടുക എന്നതാണ്. ശരിക്കും അതിന്റെ ഒരു ഗുണം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കാതെ പോകുന്നതിന്റെ ഒരു കാരണം എന്തായിരിക്കും എന്ന് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മള് പലപ്പോഴും?
നമുക്ക് ശരിക്കും നമ്മുടെ എല്ലാ ഭാരങ്ങളും എല്ലാ പ്രയാസങ്ങളും റബ്ബിന്റെ മുൻപിൽ ഇറക്കി വെക്കാനായിട്ട് അള്ളാഹ് അവസരം തന്നിട്ടുണ്ട് അല്ലെ? അവസരം തന്നിട്ടുണ്ടെന്നല്ല, അള്ളാഹ്ക്കറിയാം അത് നമ്മൾക്ക് ആവശ്യമാണെന്ന്. അതുകൊണ്ട് തന്നെ അതല്ല നിർബന്ധമാക്കിയിട്ടുണ്ട്. അനുവദിക്കപ്പെട്ട സാഹചര്യങ്ങളിലല്ലാതെ അത് ഒഴിവാക്കാനായി യാതൊരു കാരണമില്ല അല്ലെ? അങ്ങനെ അത്രമാത്രം അള്ളാഹു അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ശരിക്കും നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെക്കാനും റബ്ബിനോട് അടുക്കാനും അള്ളാഹ് നിശ്ചയിച്ച ആ ഒരു കർമ്മം, അതാണ് നമ്മളുടെ വിചാരണയിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. തവക്കുൽ ചെയ്യാത്ത അവസ്ഥ ലീഡ്സ് ടു ടെൻഷൻ. അതെ അതെ അതെ. അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. പല കാരണം, അതിലൊരു കാരണം തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ അള്ളാഹു ആയിട്ടുള്ള നമ്മളുടെ സംഭാഷണം, അള്ളാഹു ആയിട്ട് നമ്മള് മനസ്സുകൊണ്ട് അടുക്കുന്ന ആ ഒരു നിമിഷം, നമ്മുടെ മനസ്സിലുള്ളതൊക്കെ അള്ളാഹുവിന് മുൻപിൽ സമർപ്പിക്കുന്ന ആ ഒരു നിമിഷം, അത് 5 നേരം എന്ന് റബ്ബ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതാണ് നമ്മളെ വിലയിരുത്താൻ അള്ളാഹ് ആദ്യം കണക്കിലെടുക്കുന്നത് തന്നെ അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോ ശരിക്കും അതിന്റെ ഒരു പ്രാധാന്യം, അതിന്റെ വലിയൊരു പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന ഒരു വലിയ ചരിത്രം തന്നെ ഉണ്ട്. നമുക്കൊക്കെ അറിയാം ആ ഒരു ചരിത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശയാത്ര അല്ലെ? മെഅറാജ്. ബുഖാരി ബുക്ക് ഓഫ് സലാത്തില് അനസ് ബിൻ മാലിക്കിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസില് അത് വിശദമായി പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലായിരിക്കെ ഒരു ദിവസം രാത്രി വീടിന്റെ മേൽക്കൂര നീക്കി ജിബ്രീൽ അലൈഹിസലാം വന്നു. പ്രവാചകന്റെ നെഞ്ചു തുറന്ന് അതിൽ വിവേകവും വിശ്വാസവും നിറയ്ക്കുന്നു. അതിനുശേഷം അത് അടച്ച ശേഷം ജിബ്രീൽ അലൈഹിസലാം പ്രവാചകനെയും കൂട്ടി ആകാശയാത്ര പോയി സ്വർഗത്തിലേക്ക്. നമുക്കറിയാവുന്ന ചരിത്രമാണ് അല്ലെ? ജിബ്രീൽ അലൈഹിസലാം സ്വർഗത്തിന്റെ കവാടത്തിന് മുൻപിലെത്തി. അപ്പോൾ കാവൽക്കാരൻ ചോദിക്കുന്നുണ്ട്, ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഞാനാണ്, എൻ്റെ കൂടെയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നും പറഞ്ഞപ്പോൾ അവരെ അകത്തേക്ക് കയറ്റി വിട്ടു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം കാണുന്നത് ആദം അലൈഹിസ്സലാമിനെയാണ്. അതിനോടൊപ്പം 2 കൂട്ടരെ കാണാം. ഇടതും വലതുമായി 2 കൂട്ടർ എന്നാണ് പറയുന്നത് ആ ഹദീസില്. അതില് വലതുഭാഗത്തെ കൂട്ടർ സന്തോഷിച്ചും ഇടതുഭാഗത്തെ കൂട്ടർ സങ്കടപ്പെട്ടും കാണപ്പെട്ടു എന്നാണ് ഹദീസുകളിൽ. അതിനുശേഷം ഇദ്രീസ് അലൈഹിസ്സലാം, അതിനുശേഷം മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, അങ്ങനെ കുറച്ചു പേരെ കാണുന്നു. പിന്നെ മുൻപോട്ട് പോയപ്പോൾ ഒരു പേനയുടെ കരകര ശബ്ദം കേൾക്കുകയുണ്ടായി. നമുക്കറിയാം അള്ളാഹ് ആദ്യം സൃഷ്ടിച്ചത് പേനയാണ് അല്ലെ? അതിനോട് എഴുതാൻ ആവശ്യപ്പെട്ടതും ഒക്കെ സംഭവിക്കാനുള്ളതെല്ലാം ആ പേന എഴുതുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവുമായുള്ള സംഭാഷണം നടക്കുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും തമ്മിലുള്ള സംഭാഷണം നടക്കുന്നു. ആ ഒരു സംഭാഷണത്തിലാണ് അള്ളാഹു നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിപ്പ് കൊടുക്കുന്നത്. എത്ര തവണയാണ് അള്ളാഹുവുമായുള്ള ആ സംഭാഷണത്തിൽ അള്ളാഹു നമസ്കാരം നിർബന്ധമാക്കുന്നു? എത്ര തവണ? എത്ര തവണയാണ്? ഒന്ന് ടൈപ്പ് ചെയ്യോ? 4. 4 തവണയേ ഉള്ളൂ? 50. 50. അതെ, എക്സാക്ട്ലി. 50 തവണയാണ് അള്ളാഹു, അതെ അതെ അതെ, 50 തവണയാണ് ഒരു ദിവസം നമ്മൾ നമസ്കരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായി അറിയിക്കുന്നത്. ഇത് കേട്ട പ്രവാചകൻ തിരിച്ചു നടന്നപ്പോ മൂസ അലൈഹിസ്സലാമിനെ കാണുന്നു. മൂസ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, 50 നേരത്തെ നമസ്കാരം അത് നിന്റെ ജനതയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് അള്ളാഹുവിനോട് പകുതിയാക്കി കുറച്ചു തരാനായിട്ട് ആവശ്യപ്പെടാനായിട്ട് പറയുന്നു. അത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് നമസ്കാരത്തെ പകുതിയാക്കി കുറച്ചു തരാനായി ആവശ്യപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അംഗീകരിച്ച് അത് പകുതിയാക്കി കൊടുക്കുന്നു.
അത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരികെ നടന്നപ്പോ വീണ്ടും മൂസ അലൈഹിസ്സലാമിനെ കാണുന്നു. വീണ്ടും മൂസ അലൈഹിസ്സലാം പറയുന്നു, ഈ പകുതിയാക്കപ്പെട്ട 25 ആക്കപ്പെട്ട നമസ്കാരവും നിന്റെ ജനതയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അള്ളാഹുവിനോട് പറഞ്ഞ് അത് വീണ്ടും പകുതിയാക്കാനായിട്ട് പറയുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നു അത് പകുതിയാക്കി തരാനായിട്ട്. അള്ളാഹു അതും സമ്മതിക്കുന്നു. അങ്ങനെ വീണ്ടും തിരികെ നടന്നപ്പോ വീണ്ടും മൂസ അലൈഹിസ്സലാമിനെ കാണുകയാണ്. അപ്പൊ വീണ്ടും മൂസ അലൈഹിസ്സലാം അത് തന്നെ ആവർത്തിക്കുകയാണ്. ഇതും നിന്റെ ജനതയ്ക്ക്, അത് കറക്റ്റ് എത്ര നമ്പറാന്ന് പറയുന്നില്ല, 14 ആണോ 15 ആണോ എന്ന് പറയുന്നില്ല. ഇതും നിന്റെ ജനതയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കും. അള്ളാഹുവിനോട് വീണ്ടും കുറച്ചു തരാനായിട്ട് അപേക്ഷിക്കാൻ പറയുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊക്കെ വേണ്ടി വീണ്ടും അള്ളാഹുവിന്റെ മുൻപിൽ പറയുന്നു. അങ്ങനെ അള്ളാഹു അത് 5 ആക്കി കൊടുക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇനി ഇതിൽ കുറയില്ല. ഈ 5 എന്നുള്ളത് ഇനി കുറയില്ല. ഈ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നവർക്ക് 50 നേരം നമസ്കരിച്ചവന്റെ കൂലി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അത് കേട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും തിരികെ നടന്നു. അപ്പൊ വീണ്ടും മൂസ അലൈഹിസ്സലാമിനെ കാണാണ്. മൂസ അലൈഹിസ്സലാം പറയാണ്, ഈ 5 നേരത്തെ നമസ്കാരവും നിന്റെ ജനതയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അള്ളാഹുവോട് കുറച്ചു തരാനായി ആവശ്യപ്പെടാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇല്ല, ഇനി എനിക്കതിന് കഴിയില്ല. ഇനി എനിക്ക് അതിന് കഴിയില്ല. എനിക്കതിൽ ലജ്ജ തോന്നുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരികെ വരുന്നു. അതാണ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ട നമ്മുടെ 5 നേരത്തെ നമസ്കാരം അല്ലെ? അതില് ഇസ്ലാമിലെ നിർബന്ധമാക്കിയ നമ്മുടെ ഇബാദത്ത്. കഴിയുന്നവൻ കഴിയുന്നവൻ നിന്നും, അതിനും കഴിയാത്തവൻ ഇരുന്നും, അതിനും കഴിയാത്തവൻ കിടന്നും, അല്ലെങ്കിൽ കണ്ണുകൊണ്ടെങ്കിലും നിർവഹിക്കണമെന്ന് നിർബന്ധമാക്കിയ ഇബാദത്ത്. അള്ളാഹു അനുവദിച്ച സന്ദർഭങ്ങളിലല്ലാതെ നമുക്ക് അത് ഒഴിവാക്കാൻ യാതൊരു അനുവാദവും ഇല്ലാത്ത, വിചാരണ നാളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന, വീഴ്ച വരുത്തിയാൽ ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുന്ന, എന്നാൽ അത് ഭംഗിയായി നിർവഹിച്ചാൽ ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കുന്ന കർമ്മം. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 45-ാമത്തെ വചനത്തില്, 2-ാം അധ്യായം ബഖറയിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹുവിന്റെ അടുപ്പവും നമസ്കാരത്തിന്റെ ഇമ്പോർട്ടൻസും ഒക്കെ പറയുന്നുണ്ട്. 45-ാമത്തെ ആയത്തിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സഹനവും നമസ്കാരവും മൂലം അള്ളാഹുവിന്റെ സഹായം തേടുക. ഇനിയുള്ള വചനങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് ഭക്തന്മാർ അല്ലാത്തവർക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് ഭക്തന്മാർ അല്ലാത്തവർക്ക് പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ നമസ്കാരം പ്രയാസമായി തോന്നുന്നെങ്കിൽ, നമസ്കാരത്തോട് ഒരു മടുപ്പ് തോന്നുന്നെങ്കിൽ, നമ്മൾ ആലോചിക്കുക നമ്മൾ ഏത് കൂട്ടത്തിലാണെന്ന്. നമസ്കാരം അതുപോലെ തന്നെ സത്യവിശ്വാസികളെയും സത്യനിഷേധികളെയും വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡമായിട്ടാണ് നമസ്കാരത്തെ പറയുന്നത് തന്നെ, അല്ലെ? അപ്പോ ആരുടെ കൂട്ടത്തിലാണ് നമ്മളെന്ന് നമ്മൾ തന്നെ ഒന്ന് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾക്ക് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മളുടെ ഒരു തിരക്കുകളാണ് പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന ഒരു ന്യായം, അല്ലെ? ഒരുപാട് തിരക്കാണ് നമുക്കൊക്കെ, ഒരുപാട് തിരക്കാണ്. അതിനെയും ജോലി ചെയ്യുന്നവർക്കായാലും വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും ആർക്ക് തന്നെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട്. പല പല കാര്യങ്ങളായിട്ട് നമ്മൾ ഒരുപാട് തിരക്കിലാണ്, അല്ലെ? അതുപോലെ തന്നെ അത് വെറുമൊരു തിരക്കല്ല, ഒരു പരിധി വരെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമ്മള്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സഹിക്കുന്നുണ്ട്, അല്ലെ? അപ്പോ നമ്മളൊന്ന് ആലോചിക്കുക, ഒരുപാട് നമ്മൾ തിരക്ക് പിടിച്ചോടുന്നു, ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുന്നു, ഒരുപാട് നമ്മൾ സഹിക്കുന്നു, അല്ലെ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യം ഒന്ന് നമ്മളോട് ചോദിച്ചാലോ? ഇതില് ഏതിന്റെയൊക്കെ ഉത്തരം നമുക്ക്, എന്റെ ഈ കഷ്ടപ്പാട്, ഇത് ഞാൻ സഹിക്കുന്നത്, എന്റെ ഈ തിരക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതാണ്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
അങ്ങനെ ഒരു 5 കാര്യങ്ങള് 5 കാര്യങ്ങള് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളിപ്പോ 74 പേരുണ്ട് അല്ലെ? ഒരു 5 കാര്യങ്ങള് 5ഓ അതിൽ കൂടുതലോ ഉണ്ടെന്ന് ഉള്ളവര് ഒന്ന് ടൈപ്പ് ചെയ്യോ? യെസ് ന്ന്. എന്റെ ഈ തിരക്ക്, ഞാനിത് സഹിക്കുന്നത്, എന്റെ ഈ ബുദ്ധിമുട്ട്, എന്റെ ഈ കഷ്ടപ്പാട് അല്ലെ? നമുക്കിങ്ങനെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ കഷ്ടപ്പാടിന്റെയും നമ്മൾ സഹിക്കുന്നതിന്റെയും നമ്മൾ ബുദ്ധിമുട്ടുന്നതിന്റെയും ഒക്കെ ഒരു കൗണ്ട് എടുക്കുകയാണെങ്കിൽ അതെങ്ങനെ പോയാലും ഒരു 25ലേക്കൊക്കെ എത്തും അല്ലെ? നമ്മൾ ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിലെ നമ്മുടെ കഷ്ടപ്പാട്, കിച്ചണിലെ പല കാര്യങ്ങളും നമ്മൾ സഹിക്കുന്നത് അല്ലെ? അതുപോലെ മക്കളുടെ കാര്യത്തില്, നമ്മളുടെ പങ്കാളിയുടെ കാര്യത്തില്, നമ്മളുടെ ആരോഗ്യപരമായിട്ട്, അങ്ങനെ നമ്മളുടെ ബന്ധുക്കൾക്ക് വേണ്ടി. ഞാന് ഇവിടെ നമ്മുടെ പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിൽ എത്ര പേർക്ക് നമ്മളുടെ കഷ്ടപ്പാടുകളിൽ, നമ്മൾ സഹിക്കുന്നതിൽ, നമ്മൾ ബുദ്ധിമുട്ടുന്നതിൽ, നമ്മൾ തിരക്കാവുന്നതിൽ ഒരു 5 കാര്യങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കില് എന്താ പറയാ, അള്ളാന് വേണ്ടിയിട്ടാണ് എന്റെ ഈ കഷ്ടപ്പാട് എന്ന് പറയാൻ സാധിക്കുന്നത്. ഓക്കെ. നോ. അതാണ്. ഇനി ഒരെണ്ണെങ്കിലും നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരെണ്ണെങ്കിലും 5 എന്നുള്ളത് ഒന്ന് നല്ലോണം താഴ്ത്തുകയാണ്. ഒരെണ്ണം നമ്മളുടെ കഷ്ടപ്പാടുകളുടെ കൂട്ടത്തിൽ. യെസ്, വെരി ഗുഡ്. ഇസ്ന, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. ഒരെണ്ണെങ്കിലും. ഫൗസിയ അസീസ്, അൽഹംദുലില്ലാ. യെസ്, യെസ്, യെസ്. അതുകൊണ്ടാവണം ശരിക്കും നമ്മൾക്ക് ആ ഒരു സ്ട്രഗിള്, അല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാട്, ആ ഒരു പരീക്ഷണം റബ്ബ് നമുക്ക് നൽകിയത് തന്നെ ചിലപ്പോ അതുകൊണ്ടായിരിക്കണം. ഇബ്നു ഖയ്യിം റഹ്മുള്ള പറഞ്ഞൊരു ഇതില് പറയുന്നുണ്ട് അദ്ദേഹം, അള്ളാഹു മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത, മറ്റാരോടും നമുക്ക് പറയാൻ കഴിയാത്ത എന്തെങ്കിലും പരീക്ഷണങ്ങളിൽ നമ്മൾ ഗോത്രൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ അള്ളാഹുവിന്റെ കാരുണ്യാണത്. കാര്യം മറ്റാരിലും നമ്മുടെ ഹൃദയം പോകാതെ, മറ്റാരിലും നമ്മൾ ആ പരാതി പറയാൻ പോകാതെ, നമ്മുടെ കംപ്ലീറ്റ് തവക്കുലും, നമ്മള് കംപ്ലീറ്റ് ആ കാര്യത്തിൽ നമ്മുടെ സങ്കടങ്ങൾ പറയുന്നതും കംപ്ലീറ്റ് അത് അള്ളാഹ്ക്ക് തന്നെ ആവാൻ വേണ്ടിയിട്ടാവണം ഒരു പക്ഷേ അള്ളാഹ് നമുക്ക് ആ ഒരു ട്രയല്, അല്ലെങ്കിൽ അള്ളാഹ് നമുക്ക് ആ ഒരു പരീക്ഷണം തന്നിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ്. അൽഹംദുലില്ലാ. അപ്പോ നമ്മൾ അതൊന്ന് പരിശോധിക്കുക. നമ്മളുടെ തിരക്കുകളും, നമ്മളുടെ കഷ്ടപ്പാടുകളും, നമ്മുടെ സഹനങ്ങളും ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുക. കാരണം ഏത് നിമിഷവും അവസാനിക്കാവുന്ന ഈ ഒരു ഇഹലോക ജീവിതത്തിന് വേണ്ടി മാത്രമുള്ള കഷ്ടപ്പാടുകളും, മാത്രമുള്ള സഹനങ്ങളും, മാത്രമുള്ള തിരക്കുകളും ആണെങ്കിൽ വല്ലാതെ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിപ്പോവും നമ്മള്, അല്ലേ? അപ്പോ നമുക്കറിയാം, നമ്മൾ സ്വഹാബത്തിന്റെ ഒക്കെ ഒരു ചരിത്രം അറിയാം. അവരൊക്കെ എന്തിന്റെ പേരിലാണ് അത്രയും ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളത്? എന്തിന്റെ പേരിലാണ് അവരൊക്കെ പട്ടിണി കിടന്നിട്ടുള്ളത്? എന്തിന്റെ പേരിലാണ് അവരൊക്കെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ളത്? എന്തിന്റെ പേരിലാണ് അവര് ഒരുപാട് ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുള്ളത്? അല്ലെ? എന്തിന്റെ പേരിലാണ്? അപ്പോ അവിടെ അവരൊക്കെയുള്ള സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? അത്രയും ത്യാഗവും, അത്രയും കഷ്ടപ്പാടും, അത്രയും പ്രയാസങ്ങളും ദീനിന്റെ മാർഗത്തിൽ അനുഭവിച്ചവരുള്ള ആ ഒരു സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളെയും, നമ്മുടെ കഷ്ടപ്പാടുകളെയും, നമ്മുടെ സഹനങ്ങളെയും ഒക്കെ നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി, ഒന്നൊന്ന് താരതമ്യപ്പെടുത്തി നമ്മൾ പഠിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ? എന്റെ സൗണ്ട് കുറച്ചൊരു പ്രശ്നമുണ്ട്. എനിക്ക് ഒരുപാട് സൗണ്ട് എടുക്കാൻ കഴിയുന്നില്ല. ക്ലാരിറ്റി ഉണ്ടല്ലോ? ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് എന്തെങ്കിലും ചെയ്യാം. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? യെസ്, അൽഹംദുലില്ലാ. അപ്പോ
ഇതില് അങ്ങനെ അത്തരത്തിലാ എന്റെ ഈ കഷ്ടപ്പാട്, എന്റെ ഈ ബുദ്ധിമുട്ട് അതില് കുറച്ചെങ്കിലും നമുക്ക് അള്ളാന്റെ മാർഗത്തില് അള്ളാനെ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹ് നിർദ്ദേശിച്ച പ്രകാരം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ഒരു ഉത്തരം നമുക്ക് പറയാൻ സാധിച്ചാൽ നമുക്ക് ഇഹലോകത്തിലും പരലോകത്തിലും വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അവിടെയാണ് നമുക്കൊരു വിജയിയായി തീരാൻ സാധിക്കുന്നത്. എന്റെ വേറെ ഉള്ള സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അൾട്ടിമേറ്റ്ലി ആരാണ് വിജയി? ഇപ്പൊ പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ പറയുന്ന പോലെ ഒരുപാട് പൈസ ഉണ്ടാക്കിയത് കൊണ്ടോ, സമൂഹത്തിൽ ഒരുപാട് വലിയ സ്ഥാനത്തെത്തിക്കൊണ്ടോ, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തത് കൊണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ ക്വാളിഫിക്കേഷൻ വൈസ് ഒരുപാട് മുകളിൽ എത്തിയത് കൊണ്ടോ, അതൊക്കെ ഓരോ മനുഷ്യന്റെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് അവൻ നിശ്ചയിക്കുന്ന വിജയത്തിന്റെ ഓരോ ഘടകങ്ങളാണ് അല്ലെ. അതില് പരിശുദ്ധ ഖുർആൻ പറയുന്ന ആ ഒരു ഡെഫിനിഷനിലുള്ള ആ ഒരു വിജയി അതൊന്നും അല്ല എന്ന് നമുക്കറിയാം അല്ലെ. ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് അൾട്ടിമേറ്റ്ലി ഓരോ മുസ്ലിമും ജീവിക്കേണ്ടത് തന്നെ. അപ്പോ ഇത്തരത്തില് നമ്മളുടെ തിരക്കുകളെയും നമ്മളുടെ സഹനങ്ങളെയും നമ്മുടെ കഷ്ടപ്പാടുകളെയും ഒക്കെ ഒന്ന് വിലയിരുത്തി അതിൽ നമുക്ക് അള്ളാഹുവിന് വേണ്ടിയുള്ളത് കൊണ്ടുവരാൻ സാധിച്ചാൽ ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാനൊരു ചെറിയ കഥ കൂടി പറയാം. ഒരു ഒരു ലേഡിയുടെ കഥയാണ്. നമ്മളെയൊക്കെ പോലത്തെ ഒരു ലേഡി, കുക്കിങ്ങിൽ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലേഡി. അവര് കുറച്ചു നാളായിട്ട് സൽക്കരിക്കാനൊക്കെ ഇഷ്ടല്ലേ. ഇതില് ഒരുപാട് കോഴിക്കോടുകാരും മലപ്പുറംകാരും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അവരാണല്ലോ സൽക്കാരത്തില് മുൻപന്തിയില് അല്ലെ. അപ്പോ അത്തരത്തിലുള്ള ഒരു പാവം ഇത്ത, ഭയങ്കര കുക്കിങ്ങിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പാവം ഇത്ത. അവര് കുറച്ചു നാളായിട്ട് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. ഒരു കാര്യം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ചെറിയ കുട്ടിയൊക്കെ ആയിട്ട് ഒന്ന് റെസ്റ്റിലൊക്കെ ആയിരുന്നു. അപ്പൊ ആ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവര് തീരുമാനിക്കുകയാണ്, ഞാനിപ്പോ ഒന്ന് ഉഷാറായിട്ടുണ്ട്, മനസ്സിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് കിടപ്പുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് കാര്യമായിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എല്ലാരെയൊക്കെ ഒന്ന് വിളിച്ചൊന്ന് സൽക്കരിക്കണം, ഒന്ന് കൂടണം. അതാണ് അവരുടെ സന്തോഷം, അതിലാണ് അവരുടെ പാഷൻ. അങ്ങനെ നല്ല രീതിയിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഡിഷസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാരെയും വിളിച്ചു കൂട്ടി എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് അത് കഴിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാർ പറയുന്ന ആ ഒരു കമന്റ്സ്, അതിൽ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം കണ്ടെത്തിയിരുന്നു. അതിലായിരുന്നു അവരുടെ ഒരു ആളുകളുടെ വായിന്ന് കേൾക്കുന്ന ഓരോ വാക്കിനും അവരിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. അപ്പോ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു ദിവസം അവർ തീരുമാനിച്ചു, നാളെ എല്ലാവരെയും വിളിക്കാം, ഇന്ന ഡിഷസ് ഒക്കെ ഉണ്ടാക്കാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അതിനു വേണ്ട സാധനങ്ങളെല്ലാം തയ്യാറാക്കി രാവിലെ സുബഹിയുടെ സമയത്ത് തന്നെ ഉണർന്നു, വേഗം സുബഹി നമസ്കരിച്ചു, അപ്പൊ തന്നെ കിച്ചണിൽ കയറി പണി തുടങ്ങി. ചെറിയ കുട്ടിയുണ്ടല്ലോ, അപ്പോ വേഗം തന്നെ പണി തുടങ്ങി. ഒന്നിനു പിറകെ ഒന്നായിട്ട് അവരിങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ചെറിയ കുട്ടി ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് അവരുടെ ഹസ്ബൻഡ് അത് മാനേജ് ചെയ്യുന്നുണ്ട്. ബാക്കി മുതിർന്ന കുട്ടികളും ഒക്കെ ഹെൽപ്പ് ചെയ്ത് ഇവരിങ്ങനെ പണികളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാനായപ്പോഴാണ് ഓർത്തത് ളുഹറിന്റെ സമയം എത്തിയിരിക്കണം, ളുഹറിന്റെ സമയം കഴിയാനായിരിക്കണം. അപ്പോ വേഗം തന്നെ അവര് കഴിയാനായപ്പോ വേഗം പോയി നമസ്കരിച്ചപ്പോ നോക്കിയപ്പോ ചെറിയ കുട്ടി ഉറങ്ങാണ്. അൽഹംദുലില്ലാഹ്, അപ്പൊ ഇനി കുറച്ചുകൂടെ പണികളുണ്ട്. അപ്പൊ കുട്ടി ഉറങ്ങാണല്ലോ, ആ ഒരു ആശ്വാസത്തിൽ അവർ വീണ്ടും പോയി പണികളൊക്കെ തീർത്തു. അസറൊക്കെ ആയപ്പോഴത്തേക്കിനും ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ മഗ്‌രിബ് ടൈമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും വിളിച്ച ഗസ്റ്റുകളൊക്കെ എത്തി. ഇവരുടെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. എല്ലാരും ഭയങ്കര നല്ല അഭിപ്രായം പറയാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇവരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരുപാട് നാളായിട്ട് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, ഇപ്പൊ എന്തായാലും കഴിക്കാൻ പറ്റി, നിങ്ങളുടേത് നല്ല ടേസ്റ്റ് ആണ് ഓരോ ഡിഷും എന്നിങ്ങനെ ഓരോരുത്തരും വന്ന് പറയാണ് കമന്റ്. അത് കേൾക്കുമ്പോ അവർക്ക് ഇങ്ങനെ സന്തോഷം വരാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ ഓരോരുത്തരും വന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തില് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എല്ലാം നല്ലതായിരുന്നു ട്ടോ, പക്ഷെ ഒരു ഡിഷ് ഉണ്ടല്ലോ, അതിന് കുറച്ച് ഉപ്പ് കൂടിപ്പോയി. ആ ഒരു ഉപ്പ് കൂടിയത് കാരണം അതിന് അത്ര ഒരു ടേസ്റ്റ് പറ്റിയില്ല. അത് കേട്ടതല്ല, ഇവരാകെ തകർന്നിട്ട് പിന്നെ പിന്നെ ഓരോരുത്തർ വന്ന് പറയുന്ന കമന്റ്സ് ഒന്നും ഇവരുടെ ചെവിയിലേക്ക് കയറുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഏകദേശം എല്ലാവരും പോയി കഴിഞ്ഞു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ ടയേർഡായി. ആ
ഉപ്പ് കുറവെന്ന് പറഞ്ഞ പറഞ്ഞ ആളുടെ ആ ഒരു വാക്കുകൾ ഇങ്ങനെ അവരുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാരും പോയി കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് വന്ന് അവരോട് പറഞ്ഞു, നല്ലതായിരുന്നു കേട്ടോ, നീ ഒരുപാട് എഫേർട്ട് എടുത്തു. ഇതിന് ഞാൻ എന്ത് സമ്മാനാണ് നിനക്ക് വാങ്ങി തരേണ്ടത്? പക്ഷെ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ഒരു ഭർത്താവിന്റെ അടുത്തുന്ന് ആ ഒരു കമന്റ് കേട്ടപ്പോ പോലും അവർക്ക് പ്രത്യേകിച്ച് ഒരു വികാരവും തോന്നിയില്ല. അവരുടെ മനസ്സിൽ മൊത്തവും ആ ഒരു കമന്റിൽ ഉടക്കി ഇങ്ങനെ നിക്കാണ്. അപ്പൊ അതൊന്നും കേട്ടിട്ടും അവർക്കൊന്നും ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അവരുടെ മനസ്സ് മുഴുവനും ആ ഒരു നെഗറ്റീവ് കമന്റിൽ ഇങ്ങനെ കിടക്കാണ്. കഥ കഴിഞ്ഞു ട്ടോ. അപ്പോ ഈ കഥയില് നമ്മുടെ മനസ്സിലൂടെ നമ്മളെയൊക്കെ പലപ്പോഴും വന്നു അല്ലെ? അതിഥികളും സൽക്കാരങ്ങളും ഒക്കെ ആവുമ്പോ നമ്മളും ഇങ്ങനെ തന്നെയാണ് അല്ലെ? ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കാനും ഉണ്ടാക്കി കൊടുക്കുന്നവരുടെ വായിൽ നിന്ന് ഏറ്റവും നല്ല വാക്കുകളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങളെയും നമ്മുടെ ഇബാദത്തുകളെയും ഒക്കെ എങ്ങനെയെങ്കിലും ഒരു ചടങ്ങ് തീർക്കലും ഒക്കെ ആക്കി നമ്മൾ ഇതുപോലെ ഒപ്പിച്ചു കൂട്ടാറുണ്ട് അല്ലെ? അപ്പോ അവിടുന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കമന്റ്സ് കേൾക്കുമ്പോ ഇതേ അനുഭവമാണ് നമ്മളിലൂടെയും കടന്നു പോയിട്ട് ഇതേ അനുഭവത്തിലൂടെ ആവും നമ്മളും കടന്നു പോയിട്ടുണ്ടാവുക. അല്ലെ? പിന്നെ അവിടെ കേൾക്കുന്ന പോസിറ്റീവ് വാക്കുകളൊന്നും ചിലപ്പോ നമ്മള് ചെവി കൊടുത്തുന്നും വരൂല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവര് എത്രമാത്രം പെർഫെക്ഷൻ ആഗ്രഹിച്ചു അല്ലെ? അവര് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തില് അവര് എത്രമാത്രം പെർഫെക്ഷൻ ആഗ്രഹിച്ചു. അതുകൊണ്ടല്ലേ ആ ഒരൊറ്റ നെഗറ്റീവ് കമന്റില് അവര് തകർന്നു പോയത് അല്ലേ? ഇവിടെ ഇങ്ങനെ ഒറ്റൊരു നെഗറ്റീവ് കമന്റ് കേൾക്കുമ്പം തന്നെ തകർന്നു പോകുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്? വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളവര്. ഒന്ന് ടൈപ്പ് ചെയ്യോ ഐന്ന്? അല്ലെങ്കിൽ ഞാൻ സെൻസിറ്റീവ് ആണ്. ഇതുപോലെ ഒരു കമന്റ് കേട്ടാ മതി. എത്ര നല്ല നല്ല കമന്റ് കേട്ടാലും ഒരു മോശപ്പെട്ട കമന്റ് കേട്ടാ മതി ഞാൻ ഡൗൺ ആയി പോവും എന്നുള്ളവര് ഒന്ന് കമന്റ് ചെയ്യോ? എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. 79 പേരുടെ കൂട്ടത്തില്. അല്ലെങ്കിലേ അങ്ങനൊന്നും കേട്ടാൽ എന്നെ അതൊന്നും ബാധിക്കില്ല. അങ്ങനത്തോരുണ്ടാവും. അതെ സഫ. പേര് വായിക്കണോ ഞാൻ? സജ്ന. നമ്മള് മെജോറിറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും ലേഡീസ് അല്ലേ? മെജോറിറ്റി അങ്ങനെ തന്നെയായിരിക്കും നമ്മള്. പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. മാഷാ അല്ലാഹ്. മീ ടു. ആ ഒരു നെഗറ്റീവിൽ ഇങ്ങനെ നമ്മൾ കിടന്ന് കളിക്കും അല്ലേ? ബാക്കി സെൻസിറ്റീവ് ആണ്, ബട്ട് അങ്ങനെ ബ്രോക്ക് ആവില്ല. മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. എന്നാലും ആ ഒരു നെഗറ്റിവിറ്റി നമ്മളെ നല്ലോണം ബാധിക്കും അല്ലേ? അത് വേറൊന്നും കൊണ്ടല്ല. ആ ഒരു പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നോണ്ടാണ്. അത് നല്ലൊരു ക്വാളിറ്റിയാണ് ശരിക്കും പറഞ്ഞാ. ആ ഒരു ഇഹ്സാൻ ഇസ്ലാമിൽ അതിനൊരു ഇഹ്സാന്റെ ഒരു ലെവലിലേക്ക് പറയാം നമുക്ക്. അപ്പോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് സംടൈംസ് അങ്ങനെയുള്ളവർക്ക് വളരെ എളുപ്പാണ് ശരിക്കും നമസ്കാരത്തെ നന്നാക്കാൻ. നമ്മള് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളുടെ ഈ ഒരു സ്വഭാവം നമ്മളുടെ പല കാര്യത്തിലും അതിന്റെ ക്വാളിറ്റി നമുക്ക് കൊണ്ടുവരാം. നമ്മള് ചിലപ്പോഴൊക്കെ ഡൗൺ ആയി പോവെങ്കിലും പല കാര്യത്തിലും നമ്മൾക്ക് അതുകൊണ്ട് നമ്മള് ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു ക്വാളിറ്റി കൊണ്ടുവരാൻ സാധിക്കും. അല്ലെ? നമ്മളിങ്ങനെ ആയതുകൊണ്ട്, ഒരു പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ട് മാക്സിമം ആരുടെ അടുത്തുനിന്നും ഒരു നെഗറ്റീവ് കേൾക്കാൻ ഇടവരില്ല. ചെയ്യുന്ന കാര്യം മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഇന്റൻഷനില്. വിഷമം തോന്നും, ബട്ട് ഇതുപോലെ സ്റ്റക്ക് ആകില്ല. ഓ മാഷാ അല്ലാഹ്. വെരി ഗുഡ്. അങ്ങനെ വേണം നമ്മള്. അപ്പോ ആ വിഷമം തോന്നണം. യെസ്. ആ ഒരു വിഷമം തോന്നണം നമുക്ക്. പക്ഷെ നമ്മള് സ്റ്റക്ക് ആവാനും പാടില്ല. വെരി ഗുഡ്. മാഷാ അല്ലാഹ്. അപ്പോ അവിടെ അപ്പൊ നമ്മള് ആ ഒരു പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നോണ്ടാണ് അല്ലെ? അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ നമ്മൾ അങ്ങനെയുള്ളവര് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും മാക്സിമം പെർഫെക്ഷൻ ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളുടെ റബ്ബ് നമ്മൾക്ക് നിർബന്ധമാക്കിയ നമ്മുടെ ഇബാദത്ത്, അത് തീർച്ചയായിട്ടും അതിന്റെ ആവശ്യക്കാര് നമ്മള് തന്നെയാണ്. അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ മനസ്സിലെ ബുദ്ധിമുട്ടുകളും നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളും എന്താ പറയാ, നമ്മുടെ മനസ്സിലെ എല്ലാതും ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ചവന്റെ മുൻപില് ഇറക്കി വെക്കാനായിട്ട് അള്ളാഹ് നമുക്ക് അവസരം തന്നിട്ടുണ്ട്. ഒരു മറയില്ല അല്ലെ? നമസ്കരിക്കാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അള്ളാന്റെ ദൃഷ്ടി നമ്മൾക്ക് നേരെയാണ്. സുബ്ഹാനല്ലാഹ്. സർവ്വലോക ചരാചരങ്ങളെയും സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനല്ലാഹ്. ആ ഒന്നുമല്ലാത്ത നമ്മളിലേക്ക് നോക്കുന്നാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. അവിടെ പറഞ്ഞാൽ, അവിടെ മനസ്സ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അവിടുത്തെ നമ്മുടെ കണ്ഠനാടിയേക്കാൾ നമ്മോടടുത്ത് നമ്മുടെ ഹൃദയം മന്ത്രിക്കുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന റബ്ബിന്റെ മുൻപിൽ അല്ലെ? സുബ്ഹാനല്ലാഹ്.
അപ്പോ ആ ഒരു എന്താ പറയാ, ആ ഒരു കർമ്മം, അതിനെ കർമ്മം ന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല. ആ ഒരു സംഭാഷണം അത് ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ, അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഏറ്റവും ആഹ് പ്രിയപ്പെട്ട ഒരാളെ കാണാനായിട്ട്, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ കാണാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ കാണാനായിട്ട്, ഒന്ന് കാണാനായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പം തന്നെ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നമ്മൾ എടുക്കും, അല്ലേ? എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നമ്മൾ എടുക്കും. നമ്മൾ ഒരുങ്ങും. അവർക്ക് നല്ലൊരു അപ്പിയറൻസ് കൊടുക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ എന്തൊക്കെ സ്റ്റെപ്സ് നമ്മുടെ അടുത്തുന്ന് ഉണ്ടാവും, അല്ലേ? ഇനി നമ്മളുടെ സംഭാഷണമോ അത് ഏറ്റവും നല്ല രീതിയിൽ, അല്ലേ? നമ്മള് സ്ത്രീകളൊക്കെ പ്രത്യേകിച്ചും കേൾക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊന്ന് ഇഷ്ടപ്പെടുന്നവരോട്, ഇപ്പൊ പ്രത്യേകിച്ചും പുറത്തുനിന്നുള്ള ഒരാളോട്, അല്ലെ, നമ്മൾ സംസാരിക്കുമ്പോ ചിലപ്പോ തിരിച്ച് നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ പറയാം, ഓഹ് എന്തായിരുന്നു ആ സംസാരം, അല്ലേ? വേറൊരു വേർഷൻ ആയിരുന്നു. നമ്മളെ കളിയാക്കും, അല്ലേ? സ്ത്രീകൾ നമ്മൾ പ്രത്യേകിച്ചും അത് വളരെ ശ്രദ്ധിക്കുന്നവരാണ്. അപ്പോ നമ്മളെ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ നോക്കും നമ്മുടെ സംഭാഷണം, അല്ലേ? അപ്പോ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കണ്ഠനാഡിയേക്കാൾ നമ്മോട് അടുത്തവനോട്, നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നത് അറിയുന്നവനോട്, ഈ സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവിനോട് ആ ഒരു സംഭാഷണ വേളയിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ എടുക്കുന്നത്? എത്രത്തോളം പെർഫെക്ഷൻ നമ്മൾ ആ സംഭാഷണത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്? എത്രത്തോളം മനോഹരായിട്ട്, എത്രത്തോളം മനസ്സാന്നിധ്യത്തോടെയാണ് നമ്മളത് നിർവഹിക്കുന്നത്? നമുക്ക് സ്നേഹമുള്ള ഒരാളോട്, നമ്മളെ സംരക്ഷിക്കുന്ന, എന്താ പറയാ, നമ്മളെ എല്ലാ രീതിയിലും പ്രൊട്ടക്ട് ചെയ്യുന്ന, നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മുടെ മനസ്സ് വേറെവിടെയോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നത് നമ്മൾ പറയുമോ ശരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളുടെ ഓരോ വാക്കും സൂക്ഷിച്ചായിരിക്കും, അല്ലെ? ഓരോ സെന്റൻസിലും ഓരോന്നിലും നമ്മൾ നമ്മുടെ ആ ഒരു സ്നേഹം കൊണ്ടുവരാൻ നോക്കും, അല്ലെ? ഒരു നിമിഷം പോലും നമ്മുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് പോവില്ല ആ ഒരു ഡിസ്കഷനിൽ, ആ ഒരു സംഭാഷണത്തില്, അല്ലെ? അതിനെയാണ് നമ്മൾ നമ്മുടെ നമസ്കാരമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോ ഇനിയിപ്പോ നമസ്കാരത്തിന്റെ ഇതൊരു ഫസ്റ്റ് സീരീസ് ആണ് കേട്ടോ. ഇതിന്റെ സെക്കൻഡ് സീരീസ് ഒക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മള് അങ്ങനെ എന്താണ്, നമ്മളപ്പോ അതിന്റെ ബാങ്കിലേക്കാണ് വരുന്നത്. അപ്പോ അങ്ങനെ നമ്മള് അങ്ങനെ അത്രമാത്രം എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ലേഡി ആണെങ്കിലും അത്രമാത്രം എന്താ ഒരു പെർഫെക്ഷൻ അതിൽ ആഗ്രഹിച്ചിരുന്നു. അപ്പം അവര് ശരിക്കും പറഞ്ഞാല് ആ ഒരു പ്രവൃത്തി ചെയ്തത് അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ചായിരുന്നെങ്കിൽ അവർക്ക് ഇത്രമാത്രം സ്റ്റക്ക് ആവേണ്ടി വരുമായിരുന്നോ? വിഷമിക്കേണ്ടി വരുമായിരുന്നോ? ഇല്ല, അല്ലേ? അപ്പൊ അതാണ് അവിടെ വേറൊരു വ്യത്യാസം. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞു വന്ന നമ്മുടെ ഈ ഒരു പെർഫെക്ഷൻ, അതില് നമ്മള് അതിലെ തെറ്റുകള്, അതില് നമ്മളുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്ന തെറ്റുകള്, ചിലപ്പോ നമ്മൾ സമയം തെറ്റും, അല്ലെ? നമ്മൾ കോൺസെൻട്രേഷനോട് എല്ലാവർക്കും നമസ്കരിക്കുന്നത് ചിലപ്പോ വെറുതെ ഒരു ചടങ്ങ് തീർക്കലായിരിക്കും, ചിലപ്പോ അത് ഖളാ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ചില സാഹചര്യങ്ങളില് നമുക്കറിയില്ല, മറ്റുള്ളവര് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുന്നുണ്ട്, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ എന്ന വിചാരത്തിലെങ്ങാനും നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടോ? അല്ലെ? അങ്ങനത്തെയൊക്കെ ആ ഒരു തെറ്റുകള് നമ്മളെ വിഷമിപ്പിക്കാറുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കാൻ. അല്ലാഹ് എന്റെ നമസ്കാരം ഇങ്ങനെ ആയിപ്പോയി, അല്ലാഹ് എന്റെ നമസ്കാരം ഈ സമയത്തായിപ്പോയി, അല്ലാഹ് എന്റെ നമസ്കാരം ഈ ഒരു രീതിയിലായിപ്പോയി എന്നൊരു വിഷമം നമ്മളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ ഒന്ന് ചോദിക്കേണ്ടത് നമ്മളോട് തന്നെ. ഇനി നമുക്ക് നമ്മുടെ മറക്കാൻ പറ്റാത്ത നമസ്കാരം അങ്ങനെയൊന്നുണ്ടോ നമ്മുടെ ജീവിതത്തില്? എത്ര പേർക്കുണ്ട് അങ്ങനെ? ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്റെ നമസ്കാരം എന്നുള്ളവര് എത്ര പേരുണ്ട് ഈ 78 പേരില്? ആ ഒരു നമസ്കാരം, അന്നത്തെ ആ ഒരു നമസ്കാരം, അത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്ന് പറയാൻ സാധിക്കുന്നവര് ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും വേഗം? വലിയ ആഗ്രഹമുണ്ട് കേൾക്കാനായിട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ചില വല്ലാത്ത എന്താ ഒരു പീക്കിലായിരിക്കും, എന്താ തീച്ചൂളയിൽ എന്നൊക്കെ പറയില്ലേ, അതിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്.
ഉം. അപ്പോ റബ്ബൊരാള് മാത്രം വിചാരിച്ചാലാണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുക. അല്ലാതെ ഈ ലോകത്തിൽ ആര് വിചാരിച്ചാലും ആ ഒരു പ്രശ്നത്തിൽ ഒന്നും ഉണ്ടാവാൻ പോണില്ല. ആ ഒരു തീച്ചൂളയിൽ നിന്നോണ്ട് നമ്മള് വുളു എടുത്ത് നമ്മള് നമസ്കരിക്കാൻ നിക്കാണ്. ആ നമസ്കാരത്തില് നമ്മുടെ മനസ്സിലുള്ള നമ്മളും അള്ളാഹുവും മാത്രേ ഉള്ളൂ ആ ഒരു ലോകത്ത്. നമ്മുടെ ഹൃദയത്തിൽ എന്താണോ അത് അങ്ങനെ തന്നെ നമ്മൾ അള്ളാഹിനോട് പറയാണ്, റബ്ബേ നീ മാത്രേ ഉള്ളൂ ഇത് കേൾക്കാനായിട്ട്. നീ മാത്രമേ ഇത് കാണാനായിട്ടുള്ളൂ. നിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. നിന്റെ മുൻപിലാണ് ഞാൻ സുജൂദ് ചെയ്ത് എന്റെ ഈ വിഷമം പറയുന്നത്. നീ എനിക്കത് പരിഹരിച്ചു തരണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ വേറെ ഒരു ചിന്തകളും നമ്മളിലേക്ക് വരാതെ നമ്മൾ നമസ്കരിക്കുകയാണ്. ആ ഒരു നമസ്കാര ശേഷം നമ്മൾക്ക് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറുകയാണ്. അല്ലെങ്കിൽ ഈവൻ മാറിയില്ലെങ്കിൽ പോലും വല്ലാത്തൊരു സമാധാനം ആ ഒരു പ്രതിസന്ധിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാണ്. അങ്ങനെ ഒരു നമസ്കാരം. ആരാണ്? പ്ലീസ് അൺമ്യൂട്ട്. നിങ്ങൾക്ക് ആർക്കും സംസാരിക്കാൻ കഴിയുന്നില്ല? പറ്റുമല്ലോ. പറ്റുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല? എല്ലാവർക്കും പറ്റുമല്ലോ. അതെ അതെ അതെ, പറ്റും പറ്റും പറ്റും. ആരോ ഒരാൾ എന്നോട് അൺമ്യൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. ആരായിരുന്നു? റാബിയാണോ? റാബിയ പറഞ്ഞോളൂ. പറയാലോ. ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും. മ്യൂട്ടാണോ? അല്ലല്ലോ. പക്ഷെ ആർക്കൊക്കെയോ സംസാരിക്കാനുണ്ടല്ലോ. ഓ, ഇപ്പൊ മ്യൂട്ടായി. ഞാൻ ഹോസ്റ്റ് ഓൺലി അൺമ്യൂട്ട് എന്ന് കാണിച്ചിരുന്നത് കേട്ടോ. ഓക്കെ 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 ഓക്കെ. പറഞ്ഞോളൂ റാബിയ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഞാൻ ഒരു നിസ്കാരത്തെ കുറിച്ച് പറയാൻ പറഞ്ഞല്ലോ. അതെ. അത് എനിക്ക് പിന്നെ ഓർമ്മയുള്ളത്, ഞാന് ഒരു എന്താ പറയാ, ഒരു ഇസ്ലാമിക് സൈക്കോളജി പറഞ്ഞ ഒരു ചെറിയ കോഴ്സ് ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു പ്രയർ സൈക്കോളജിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തിരുന്നു ഒരു സാറ്. പിന്നെ യൂസുഫ് ഫാറൂഖി എന്നൊരു സാറ് വന്ന് കരഞ്ഞിട്ട് നമ്മളെ സുജൂദിനെ കുറിച്ചും നിസ്കാരത്തെ കുറിച്ചും ഒന്നടങ്കം നല്ല പിന്നെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോ ആ ക്ലാസ് കേട്ട ഉടനെ കുറച്ച് ദിവസങ്ങള് ഭയങ്കര ശ്രദ്ധയായിരുന്നു നിസ്കാരത്തില്. പിന്നെ അത് നിലനിർത്താൻ തന്നെയായിരുന്നു ശ്രമം. എങ്കിലും അന്നത്തെ അത്ര ഒരു കോൺസെൻട്രേഷന് ഇപ്പൊ കിട്ടുന്നില്ല. അന്നത്തെ കുറച്ച് ദിവസം, കുറച്ച് മാസങ്ങൾ തന്നെ ഒരു പിന്നെ ജീവിതത്തിൽ മറക്കാത്ത നിസ്കാരം തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും അതുപോലെ ആവണം തന്നെ ശ്രമം തന്നെയാണ്. എങ്കിലും അത്രത്തോളം ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല. ആ ക്ലാസ് കേട്ട ഉടനെ ആയതുകൊണ്ട് അന്ന് നല്ല കോൺസെൻട്രേഷൻ ആയിരുന്നു. അൽഹംദുലില്ലാ. പക്ഷെ എപ്പോഴും അത് തുടരാൻ ശ്രമം തന്നെയാണ്. ശ്രമം ഉണ്ടല്ലോ. അൽഹംദുലില്ലാ. വേറെ ആരെങ്കിലും ഉണ്ടോ? എനിക്കൊന്ന് ടൈപ്പ് ചെയ്ത്, എനിക്ക് ഓപ്ഷൻ മാറ്റാൻ കഴിയുന്നില്ല. പക്ഷെ ടൈപ്പ് ചെയ്താൽ എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ശ്രമത്തിനായുള്ള മനസ്സും ഒക്കെ അള്ളാഹ് നിലനിർത്തി തരട്ടെ. ആമീൻ. അപ്പൊ ചിലപ്പോ ഇനി എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയട്ടെ. അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നില്ല. ഐഫോൺ എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കട്ടെ ഒരു സെക്കൻഡ്. ഐഫോൺ 2, 3 പേരുണ്ടല്ലോ. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ പേര് വിസ്മയ എന്നാണ്. ഞാനൊരു റിവേർട്ട് ആണ്. അൽഹംദുലില്ലാ. വിസ്മയ എന്നാണ് പേര്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം മോളെ, പറഞ്ഞോളൂ. ഞാനൊരു റിവേർട്ട് ആണ്. അൽഹംദുലില്ലാ. ഈ മാസമാണ് ചൊല്ലിയത് ഷഹദ. ഈ മാസത്തിലെ കഴിഞ്ഞ മാസം ഞാൻ ഷഹദ ചൊല്ലിയത്. അപ്പൊ നിസ്കാരത്തിനെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് പറയണമെന്ന് തോന്നി. ഇതുപോലൊരു പ്ലാറ്റ്ഫോം ഇനി കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഇൻഷാ അല്ലാ. എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു നിസ്കാരം എനിക്ക് അനുഭവപ്പെട്ടത്, ഞാൻ ആദ്യമായിട്ട് നിസ്കരിച്ചല്ല, പക്ഷെ ആദ്യമായിട്ട് തഹജൂദിന് വേണ്ടിയിട്ട് നിസ്കരിച്ച ഒരു സമയമായിരുന്നു. അന്ന് ഞാൻ പോലും അറിയാതെ ഞാൻ സുജൂദ് ചെയ്ത സമയത്ത് എന്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നിരുന്നു. ഞാൻ അന്ന് റബ്ബിനോട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. എന്താ പറയാ, അന്ന് മനസ്സുകൊണ്ട് ശരിക്കും പ്രാർത്ഥിച്ചൊരു നിസ്കാരമായിരുന്നു അത്. അതുകൊണ്ടാവും കണ്ണിൽ കൂടെ വെള്ളം വന്നിരുന്നത്. റബ്ബിനോട് എനിക്ക് ഈ പറഞ്ഞ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് എന്റെ ആദ്യത്തെ
അത്രത്തോളം ഞാൻ ഉൾക്കൊണ്ട് നിസ്കരിച്ച ഒരു നിസ്കാരം, ഞാൻ ഓർമ്മയിൽ വെച്ച നിസ്കാരം. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ, ബറക്കല്ലാ. ജസാക്കല്ലാ ഖൈർ. അല്ലാഹ് എളുപ്പാക്കി തരട്ടെ. ആമീൻ. ഇനി അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറയട്ടെ? കേൾക്കണോ? സമയമുണ്ടോ? നമുക്ക് 7:50 7:51 ആയി അല്ലേ? വേഗം പറയാം. എനിക്ക് ഇതുപോലെ പറയാനുള്ളത് എന്റെ ആദ്യത്തെ നമസ്കാരമാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഇതുപോലെ ഇസ്ലാമിനെ പഠിച്ച് മനസ്സിലാക്കി, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി, അതിനൊക്കെ ശേഷം ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. ഷഹാദത്ത് ചൊല്ലി. അതിനുശേഷമാണ് ഞാൻ ആദ്യമായിട്ട് നമസ്കരിക്കുന്നത്. അതിനുശേഷം ആദ്യമായിട്ട് നമസ്കരിക്കുമ്പോൾ നമസ്കാരം എന്താണ്, അതിന്റെ ഒരു പ്രൊസീജിയർ എന്താണ്, അതിലെ പ്രാർത്ഥനകൾ എന്താണ്, ഒന്നും അറിയില്ല. ഷഹാദത്ത് ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നമസ്കാരം കമ്പൽസറി ആവുകയാണല്ലോ. അപ്പോ ഒരു അസറിന്റെ സമയമാണ്. ളുഹർ കഴിഞ്ഞൊരു സമയത്താണ് ഞാൻ ഷഹാദത്ത് ചൊല്ലുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അസറിന്റെ ബാങ്ക് കൊടുത്തു. അപ്പൊ ഫസ്റ്റ് വരുന്ന നമസ്കാരമാണ്. അപ്പോ എനിക്കറിയില്ല, എന്താ പറയാ, ഈ ലോകം കീഴടക്കിയ സന്തോഷം എന്നൊക്കെ പറയില്ലേ. കാര്യം അത്ര നാളും ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്റെ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ, അങ്ങനെ തന്നെയാണോ പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ട ആളോട് തന്നെയാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഇത്രയും ദൈവങ്ങളുണ്ടോ, ആരാ ദൈവം, എന്താ ദൈവം, എങ്ങനെയാ ദൈവം, എന്താ ഈ ജീവിതം, എന്താ ഈ ജീവിതത്തിന്റെ അർത്ഥം, എന്താ ഈ ജീവിതത്തിന്റെ ഒരു എൻഡ് എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ഇസ്ലാമിൽ നിന്ന് കിട്ടി. എന്നിട്ട് ആ റബ്ബിനോട് എന്താ പറയാ, നമുക്കൊന്നും വേണ്ട. നമ്മള് നമ്മളുടെ വുദു എടുത്ത് കൈകാലുകൾ ശുദ്ധിയാക്കി ആ റബ്ബ് പറഞ്ഞ രീതിയിൽ നമ്മുടെ നമ്മള് വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ച് ആ റബ്ബിന്റെ മുൻപില് ആ ഒരു നിൽപ്പ് മതി. എന്താ പറയാ, അതാ ഞാൻ അത് എടുത്തെടുത്ത് പറയുന്നത്. ദ മോസ്റ്റ് ഹൈ എന്ന് പറയത്തില്ലേ നമ്മള്, ഈ സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവ്, ആ റബ്ബിന്റെ മുൻപില് നമ്മള് നിക്കാൻ പോവാണ്. ആ റബ്ബ് നമ്മളെ കാണാൻ പോവാണ്, നമ്മളുടെ പ്രാർത്ഥന കേൾക്കാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതെനിക്കിങ്ങനെ ഇമാജിൻ ചെയ്യുമ്പം തന്നെ എനിക്ക് എങ്ങനെ അവിടെ നിക്കും എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പൊ വുദു എടുക്കാൻ ഇങ്ങനെ വരുമ്പോ വുദു എടുക്കാൻ നമുക്കറിയില്ല ഒന്നും. പക്ഷെ ആ വുദു എടുക്കാനൊക്കെ അങ്ങട് പേടിയാണോ, സന്തോഷാണോ, ശരിയാണോ ചെയ്യുന്നത്, ഇങ്ങനെയാണോ, ഇങ്ങനെ ആയിരിക്കോ, അല്ലാഹ് ഞാൻ റബ്ബിന്റെ മുൻപിലല്ലേ നിക്കാൻ പോകുന്നത്, ഈ ലോകത്തിനെ പഠിച്ച റബ്ബിന്റെ മുൻപിൽ ആ റബ്ബിനെ കാണാൻ പോവല്ലേ, ഇങ്ങനെയായിരിക്കോ. അപ്പൊ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആ ഒരു ടൈമിൽ ഇങ്ങനെ വായിച്ചു പോയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു നമ്മുടെ ചരിത്രത്തിൽ പറയുന്നത് ഭയങ്കര വീരശൂര പരാക്രമിയായിട്ടുള്ള ഒരു പോരാളിയായിട്ടാണല്ലോ. അപ്പൊ അദ്ദേഹം വുദു എടുക്കുമ്പോ വിറയ്ക്കായിരുന്നു എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ കലശം എന്താ ഇങ്ങനെ വിറയ്ക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. അപ്പൊ ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എങ്ങനെ ആ ഒരു വിറയല് വരും എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ വുദു എടുത്തിട്ട് ആദ്യമായിട്ട് ചെന്ന് നിന്ന ആ ഒരു നിമിഷം, അപ്പൊ ആ ഒരു ത്രൂ ഔട്ട് നമസ്കാരം എന്നുവെച്ചാല് എന്താ പറയാ, അത്രയും വലിയ അത്രയും നാളത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ, അതിനെല്ലാം ഒരു ആൻസർ കിട്ടി. ആ ഒരു റബ്ബിന്റെ മുൻപില് നമ്മളിങ്ങനെ നിക്കാണ്. ആ റബ്ബ് നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ കേൾക്കുന്നുണ്ട്. നമ്മുടെ മനസ്സൊക്കെ നമുക്ക് പ്രാർത്ഥനകളൊന്നും അറിയില്ലെങ്കിൽ പോലും ആ റബ്ബിന്റെ ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ആ ഒരു ഫീലിങ്ങോട് കൂടിയുള്ള ഒരു നമസ്കാരം, അത് ശരിക്കും പറഞ്ഞാല് പിന്നെ പയ്യെ പയ്യെ പ്രാർത്ഥനകളൊക്കെ പഠിച്ച ശേഷം, ഫുള്ള് ദുആസും പഠിച്ച ശേഷം, ഫുൾ പ്രൊസീജിയറും ദുആസും ഒക്കെ പഠിച്ച ശേഷമുള്ള ആദ്യത്തെ നമസ്കാരം, അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര എന്താ പറയാ, നമ്മള് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയ ഒരു സന്തോഷത്തില് ഇതൊക്കെ ഞാൻ പഠിച്ചെടുത്തു എന്നുള്ള ആ ഒരു സന്തോഷത്തിലുള്ള ആ ഒരു നമസ്കാരം. ഈ 2 നമസ്കാരങ്ങളാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും, ഒരുപാട് ദുആ ചെയ്യുന്നതും, അതുപോലെ നമസ്കരിക്കാൻ ഇപ്പൊ 10-12 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഓരോ ദിവസം കഴിയുന്തോറും അതിന്റെ ഒരു ക്വാളിറ്റി കുറഞ്ഞോണ്ടിരിക്കും. ഈ ഒരു സെഷൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസം മുമ്പ് ഷെഡ്യൂൾ ചെയ്തതാ. അത് നമ്മളൊന്ന് റെഡി ആവണമല്ലോ.
ഒന്നാമത്തെ അൾട്ടിമേറ്റ്ലി ഞാൻ ഈ പറയുന്നത് കൊണ്ട് എന്റെ നമസ്കാരം ഏറ്റവും നല്ല രൂപത്തിലാണെന്നോ അതിന് എനിക്ക് എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടോ ഒന്നുമല്ല. ഇതിൽ അൾട്ടിമേറ്റ്ലി എന്റെ ആഗ്രഹം എന്റെ നമസ്കാരം നന്നാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിപ്പോ പറയുന്നത് കൊണ്ടും പറഞ്ഞത് കൊണ്ടും എന്റെ നമസ്കാരം അത് ഏറ്റവും പെർഫെക്റ്റ് ആവും, പെർഫെക്റ്റ് ആയിട്ടും അല്ല, അത് ഏറ്റവും പെർഫെക്റ്റ് ആക്കണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു 1-2 മാസം മുമ്പേ ഇതിന്റെ പോസ്റ്റൊക്കെ റെഡിയാണ്. പക്ഷെ ഓരോരോ എനിക്ക് തന്നെ ഒരു നമുക്കൊരു ഇത് വേണമല്ലോ, നമുക്ക് ഇതിങ്ങനെ ഒന്ന് പറയാൻ കിട്ടണമെങ്കില്. അപ്പൊ അതുകൊണ്ടും പിന്നെ കുറച്ച് തിരക്കുകളും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നീണ്ടു പോയതാണ്. അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ അത് ഓരോ വർഷം കഴിയുന്തോറും അതിന്റെ ഒരു ക്വാളിറ്റിയും കുറയാണ്. അള്ളാ കാക്കട്ടെ നമ്മളെയൊക്കെ, അല്ലെ? അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതുപോലെ നിങ്ങൾക്ക് കാണും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണും ഇതുപോലത്തെ മറക്കാൻ പറ്റാത്ത നമസ്കാരം. അത് ഉണ്ടാവണം നമുക്ക്, അത് ഉണ്ടാവണം. അത് അവിടെയാണ് നമ്മുടെ നിലനിൽപ്പ്. ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമസ്കാരം പഠിച്ച, നമസ്കാരത്തെ മനസ്സിലാക്കിയ സ്വഹാബത്തിന്റെ നമസ്കാരം ചരിത്രങ്ങളൊക്കെ നമുക്കറിയായിരിക്കും, അല്ലെ? ഞാൻ അതിലെ ഒരുപാട് പോകുന്നില്ല. യുദ്ധത്തിന്റെ സമയത്ത് പ്രവാചകൻ സ്വഹാബത്തുമൊത്ത് ഒരു യാത്രയിലായിരുന്നപ്പോ അൻസാറുകളിൽപ്പെട്ട ഒരാളെയും മുഹാജിറുകളിൽപ്പെട്ട ഒരാളെയും കാവലിനായിട്ട് നിർത്തിയിട്ട് നമസ്കരിക്കാൻ തുടങ്ങി. അപ്പോ ശത്രു സൈന്യം വരികയും അതില് അൻസാറുകളിൽപ്പെട്ട ഒരാള് ആയിരുന്നു ഇമാമ്. അദ്ദേഹം നമസ്കരിച്ചുകൊണ്ട് നിന്നപ്പോ അദ്ദേഹത്തിന് അമ്പേക്കുന്നു. ആദ്യത്തെ അമ്പേറ്റപ്പോ അദ്ദേഹം അത് വലിച്ചൂരിയിട്ട് വീണ്ടും നമസ്കാരം കണ്ടിന്യൂ ചെയ്തു. രണ്ടാമത് അമ്പേറ്റപ്പോ വീണ്ടും അത് വലിച്ചൂരിയിട്ട് നമസ്കാരം കണ്ടിന്യൂ ചെയ്തു. മൂന്നാമത്തെ അമ്പേറ്റപ്പോൾ അദ്ദേഹം വീണുപോയി. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അദ്ദേഹം വീണ സൗണ്ട് കേട്ട് മുഹാജിറുകളിൽപ്പെട്ട ആള് ഓടി വന്നിട്ട് നോക്കുമ്പോ ഇദ്ദേഹം വീണ് കിടക്കാണ്. അപ്പൊ ഇദ്ദേഹം പറയാ, എന്താ ആദ്യത്തെ അമ്പ് തെറിച്ചപ്പോ തന്നെ എന്നെ വിളിക്കാഞ്ഞത് എന്താണ്? ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയതല്ലേ? അപ്പോ ഇദ്ദേഹം പറയാണ്, സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ നമസ്കാരത്തിൽ മനോഹരമായ ഒരു ആയത്ത് ഓതായിരുന്നു. എനിക്കത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ടായില്ല. സുബ്ഹാനല്ലാഹ്. അതുപോലെ അവരുടെ നമസ്കാര വേളയില് മസ്ജിദിന്റെ ഒക്കെ ഒരു ചുമര് തന്നെ ഇടിഞ്ഞു പോയിട്ടും അവര് നമസ്കാരം കഴിഞ്ഞിട്ടാണ് അത് അറിയുന്നത്. അതുപോലെ ഇമാം ബുഖാരിയുടെ നമസ്കാരം നമ്മൾ വായിച്ചിട്ടുണ്ടാവും. 17 തവണ അദ്ദേഹത്തെ ഒരു ജീവി ഇങ്ങനെ അടുത്ത് നിന്നവരത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. 17 തവണ ആ ജീവി കുത്തി അദ്ദേഹത്തിന്റെ കാലിക്കൂടി ഇങ്ങനെ രക്തം വാർന്നൊലിച്ചിട്ട് പോലും അദ്ദേഹം ആ നമസ്കാരം കഴിയുമ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ അതായിരുന്നു അവരുടെയൊക്കെ നമസ്കാരം. അതുപോലെ നമസ്കാരത്തിന് സമയമാകുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയായിരുന്നു, ബാങ്ക് കൊടുക്കൂ ബിലാൽ, ഞാൻ എന്റെ മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെക്കട്ടെ എന്ന്. സുബ്ഹാനല്ലാഹ്. ആരാണത് പറയുന്നത്? ഈ ലോകത്തിലെ എന്താ പറയാ, അള്ളാന്റെ ഏറ്റവും നല്ല സൃഷ്ടി, എല്ലാ പാപങ്ങളും ചെയ്തതും ചെയ്യാനിരിക്കുന്നതും ഒരു പാപങ്ങളും ഇല്ലാതെ ഇനി ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പുറത്തു കൊടുക്കപ്പെട്ട് സ്വർഗം വാഗ്ദാനം ചെയ്ത പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയായിരുന്നു, ബാങ്ക് കൊടുക്കാൻ സമയമാവുമ്പോ ബാങ്ക് കൊടുക്കൂ ബിലാൽ, ഞാൻ എന്റെ മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെക്കട്ടെ എന്ന്. അപ്പോ എത്രയാണ് ഇത്രയും പാപഭാരങ്ങളും പേറി നടക്കുന്ന നമ്മള് എത്രയാണ് അതിനു വേണ്ടി ഇങ്ങനെ എന്താ പറയാ കാത്തിരിക്കുന്നത്, ആ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, അല്ലെ? അങ്ങനെ ഒന്ന് ബാങ്ക് കൊടുക്കുന്നത് കേൾക്കാൻ, ഒന്ന് നമസ്കരിക്കാൻ ഒരു കാത്തിരിപ്പ് നമുക്കൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ശരിക്കും ആ ഒരു ബാങ്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് അത് ഭയങ്കര വലുതാണ്. നമുക്കറിയാമോ, അതിന്റെ ഒരു കൂലിയൊക്കെ നമുക്കറിയാം, അല്ലെ? അദ്ദേഹത്തിന്റെ ബാങ്ക് കേട്ട് എത്ര പേര് നമസ്കരിക്കുന്നോ അത്രയും പേര് നമസ്കരിച്ചതിന്റെ കൂലി അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെയാണ് അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ ബാങ്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്ന വേറൊരു കാര്യമാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് ബാങ്ക് കൊടുക്കാനുള്ള അവസരം കൊടുക്കുന്നത് തന്നെ, അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഓരോ സ്വഹാബത്തിൽ ഓരോരുത്തരും മനസ്സുകൊണ്ട് അങ്ങേയറ്റം ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഡ്യൂട്ടി ആദ്യമായിട്ട് ബാങ്ക് കൊടുക്കാനുള്ള ആ ഒരു ഡ്യൂട്ടി ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ആ ഒരു ബാങ്കിന്റെ മഹത്വം മനസ്സിലാക്കണം, അല്ലെ? അതുപോലെ അത് കേൾക്കും ആ ഒരു അതിന്റെ അതേ കൂലി നമുക്കും അതിന്റെ കൂടെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ആ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിന്റെ ഓരോ എന്താ പറയാ ഓരോ വരികളുടെയും എന്താ വരികൾക്കുള്ളിലുള്ള അർത്ഥം നമ്മളിലേക്ക് വരണം എന്നുള്ളതാണ്. എന്താണ് ഫസ്റ്റ് സെന്റൻസ് എന്താണ്? അല്ലാഹു അക്ബർ.
നമുക്കറിയാം അല്ലെ? അള്ളാഹു ആണ് ഏറ്റവും മഹത്വമേറിയവൻ. അള്ളാഹു ആണ് ഏറ്റവും മഹത്വമേറിയവൻ. അള്ളാഹു അക്ബർ എന്ന് കേൾക്കുമ്പോ നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം, ആണ് എനിക്ക് ഏറ്റവും വലിയവൻ. കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ദുനിയാവിലെ മറ്റാരും മറ്റെന്തും. അപ്പോ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആ അള്ളാഹിന് മുന്നിലുള്ള ഇബാദത്താണ്, ഒരു സുജൂദാണ് എന്ന ആ ഒരു പ്രയോറിറ്റി നമ്മുടെ മനസ്സിലേക്ക് വരണം. ആ ഒരു അള്ളാഹു അക്ബർ, അള്ളാഹു ആണ് ഏറ്റവും മഹത്വമേറിയവൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. അത് നമ്മൾ അറിയണം, ആ ഒരു വാക്കിന്റെ അർത്ഥം, ആ ഒരു വാക്കിന്റെ വലിപ്പം നമ്മൾ അറിയണം എന്നുള്ളതാണ്. ഞാന് ശരിക്കും ഇസ്ലാമിനെ പറ്റി അറിയാത്ത ഒരു കാലഘട്ടത്തിൽ അള്ളാഹു അക്ബർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമല്ലോ. അപ്പോ നമ്മളൊക്കെ കേട്ടത് നമ്മുടെയൊക്കെ ദൈവങ്ങൾക്ക് ഒരുപാട് പേരുകളുണ്ട്, പല പേരുകളിലും ഇങ്ങനെ അറിയപ്പെടും. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, ഓ ഇപ്പൊ മുസ്ലിങ്ങളുടെ ദൈവമായിട്ടുള്ള അള്ളാന്റെ വേറൊരു പേരായിരിക്കും അക്ബർ. അങ്ങനെ അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ അല്ല. നമുക്ക് ആ ഒരു ബാങ്കിന്റെ ഓരോ വേർഡിന്റെയും അർത്ഥം, അതിനുള്ളിലെ അർത്ഥം ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതും നമുക്ക് ആ വിളിക്ക് നമ്മുടെ മനസ്സാന്നിധ്യത്തോടെ നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നതും എന്നുള്ളതാണ്. നമ്മള് ഇതിന്റെ ഒരു സെക്കൻഡ് സീരീസിലോട്ട് എത്തുമ്പോൾ അതിന്റെ ഒരു കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ പറയും. അത് നമ്മളിപ്പോ തക്ബീർ ചൊല്ലുമ്പോഴും ഫസ്റ്റ് പറയുന്നത് അതാണ് അല്ലെ, നമ്മളുടെ കൈ രണ്ടും ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് അല്ലെ. അപ്പോ ആ ഒരു അള്ളാഹു അക്ബർ പറഞ്ഞ് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോ ആ ഒരു മനസ്സിൽ നമുക്ക് ആണ് ഏറ്റവും മഹത്വമേറിയവൻ എന്നുള്ളത് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ബാക്കി ഈ ദുനിയാവുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മുടെ ഈ ഇരു കൈകൾക്കും പുറകിലാണ് എന്നൊരു പ്രഖ്യാപനമാണ് നമ്മൾ നടത്തുന്നത്. അതുപോലെ ഈ പോലീസ് ഓഫീസേഴ്സിന്റെ ഒക്കെ മുന്നിൽ പലയിടത്തും നമ്മൾ സറണ്ടർ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു പൊസിഷൻ ആണല്ലോ അല്ലെ. അങ്ങനെ അങ്ങനെ നമ്മളെ ഫുള്ളായിട്ട് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒരു ഫുള്ളായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മസമർപ്പണമാവണം നമ്മുടെ നമസ്കാരം എന്നുള്ളതാണ്. ഇനി സെക്കൻഡ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല. നമ്മളത് ഹൃദയം കൊണ്ട് നമ്മളത് ഉൾക്കൊള്ളണം. അതിനുള്ള യോഗ്യത, അതിനുള്ള കഴിവ് ഒന്നും നമ്മെ പടച്ച റബ്ബിനല്ലാതെ മറ്റാർക്കും ഇല്ല. നമ്മളുടെ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ആ ഒരു പ്രഖ്യാപനത്തിന് വിപരീതമായിട്ട് ഒന്നും നമ്മളിൽ നിന്ന് ഉണ്ടാകാനും പാടില്ല. അതാണ് അള്ളാഹുവിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള ആദ്യത്തെ മാനദണ്ഡം അല്ലെ, ആ ഒരു തൗഹീദ്. അത് നമ്മൾ ഉൾക്കൊണ്ടിരിക്കണം. ഇനി രണ്ടാമത്തത്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ് എന്നുള്ള പ്രഖ്യാപനം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഓരോ സമയങ്ങളിലായി എപ്പോഴും ഇങ്ങനെ ബാങ്ക് കേട്ടുകൊണ്ടിരിക്കും അല്ലെ. പലയിടത്തും പല സമയങ്ങളാണല്ലോ. അപ്പോഴൊക്കെ ഈ ലോകം മുഴുവൻ മുഴങ്ങി കേൾക്കപ്പെടുന്ന പേരാണ് മുഹമ്മദ്. സുബ്ഹാനല്ലാഹ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഓരോ പെരുമാറ്റങ്ങളിലും പ്രവർത്തികളിലും അദ്ദേഹത്തെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് അല്ലെ. തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, സുന്നത്തുകളിൽ നിന്ന് ഉണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുക അല്ലെ. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു സ്നേഹം, എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന, നമുക്ക് വേണ്ടി കരയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ വരണം. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആ സ്ഥലം വിട്ടുപോയ ബിലാൽ റളിയല്ലാഹു അൻഹു, പിന്നീട് അദ്ദേഹം അവിടേക്ക് തിരിച്ചു വന്നപ്പോ സ്വഹാബത്ത് ഒരുപാട് നിർബന്ധിച്ചു ബാങ്ക് കൊടുക്കാനായിട്ട്. അത്രയ്ക്ക് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കുലി. അവരെ സ്വഹാബത്തിനെ പുളകം കൊള്ളിച്ചിരുന്ന ബാങ്കുലി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ദിവസം അവിടേക്ക് വന്നപ്പോ ഈ സ്വഹാബത്തൊക്കെ പറഞ്ഞു, ബിലാൽ ഒന്ന് ബാങ്ക് കൊടുക്കോ, ഞങ്ങൾക്ക് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. അപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യമൊക്കെ പറയുന്നു, ഇല്ല എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ ഇവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി ഇദ്ദേഹം ബാങ്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെത്തിയപ്പോഴേക്കും ഇദ്ദേഹത്തിന് മുഴുവിക്കാൻ പറ്റുന്നില്ല. കരഞ്ഞ്
അദ്ദേഹം കുഴഞ്ഞു വീണു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇതിങ്ങനെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം ഇതിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ്. ഇതൊക്കെ ഉണ്ടായ ആ ഒരു സാഹചര്യങ്ങള് സ്വഹാബത്ത് അതിലൂടെയൊക്കെ എങ്ങനെ പോയിരുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരണം. അങ്ങനെ വരുമ്പോ ഒരിക്കലും നമുക്ക് ബാങ്കിന് ഉത്തരം കൊടുക്കാതിരിക്കാൻ, ബാങ്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കാൻ, അത് കഴിഞ്ഞുള്ള നമസ്കാരത്തിലേക്ക് നമ്മുടെ മനസാന്നിധ്യത്തോടെ നിർവഹിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അടുത്തത് എന്താണ്? ഹയ്യാല സ്വലാ, നമസ്കാരത്തിലേക്ക് വരൂ. അള്ളാന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്, നമസ്കാരത്തിലേക്ക് വരൂ. അല്ലെ? എങ്ങനെയാണ് നമുക്ക് ആ ഒരു വിളിക്ക് ഉത്തരം നൽകാതിരിക്കാൻ കഴിയുക? അല്ലെ? അങ്ങനെ അള്ളാന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ അള്ളാഹു ആണ് ഏറ്റവും മഹത്വമേറിയവൻ, അതുകൊണ്ട് നീ നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോ നമ്മൾ അതിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന ജോലി അതെന്തോ ആവട്ടെ, നമ്മുടെ പ്രൊഫഷൻ ആവട്ടെ, നമ്മുടെ കിച്ചണിലത്തെ പണിയാവട്ടെ, നമ്മുടെ മക്കളുടെ കാര്യങ്ങളാവട്ടെ, നമ്മളുടെ ആരുടെ കാര്യങ്ങളാവട്ടെ, നമ്മളുടെ തന്നെ കാര്യങ്ങളാവട്ടെ, ആ പണി എന്തോ ആവട്ടെ, അപ്പൊ മനസ്സിലാക്കുക നമ്മളുടെ പ്രയോറിറ്റി ആ പണിക്കാണ്. ആ പണിയിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനാണ് നമ്മുടെ പ്രയോറിറ്റി. ഇനി അടുത്തതാണ് ആ ഒരു പ്രയോറിറ്റി നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. അപ്പൊ വിജയത്തിന്റെ മാർഗമാണ് നമസ്കാരം. നമ്മൾ അതിനെയാണ് ഇങ്ങനെ പെൻഡിങ്ങിൽ നിർത്തിയിട്ട് പിന്നെ ആവട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ വേഗം എങ്ങനെയെങ്കിലും അങ്ങോട്ട് തീർക്കാം എന്ന മനോഭാവത്തിൽ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വലിയ കാര്യത്തിൽ ചെയ്യാണ്, ഏത് നിമിഷവും അവസാനിക്കാവുന്ന, ഏത് നിമിഷവും ഇല്ലാതായി പോവാവുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഈ ദുനിയാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഒന്നും വേണമെന്നില്ല, ഒന്നും വേണ്ടെന്നല്ല, വേണമെന്നല്ല, ഒന്നും വേണ്ടെന്നല്ല, ഒക്കെ നമുക്ക് വേണം. പക്ഷെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അള്ളാഹ് പറഞ്ഞ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ക്ലിയർലി പറയുന്നുണ്ട് അല്ലെ, ഹയ്യ അലൽ ഫലാഹ്. അത് ഇഗ്നോർ ചെയ്തിട്ട് വേറെ എന്തൊക്കെ നമ്മൾ വിജയിക്കാൻ വേണ്ടി തലകുത്തി നിന്നാലും അതൊന്നും വർക്കാവില്ല എന്നാണ്. ശരിക്കും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ശരിക്കും ആ ഒരു കറക്റ്റ് സമയത്തിൽ നമ്മൾ നമസ്കരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ആ ഒരു റിസൾട്ടും, നേരെ മറിച്ച് നമ്മളിങ്ങനെ നമ്മുടേതായ കാര്യങ്ങൾ ഇങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്ത് ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ നമസ്കരിച്ചിട്ട് അതിൽ കിട്ടുന്ന റിസൾട്ടും തമ്മിൽ തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ മനസ്സമാധാനത്തിന് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ആ ഒരു സമയത്തിലെ ബറക്കത്തിനും നല്ല വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അല്ലെ? നേരത്തെ അങ്ങോട്ട് നമസ്കരിച്ച് നമുക്ക് ഒരുപാട് സമയമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ലെ? അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ പോലും വിചാരിക്കാത്ത ചില എളുപ്പങ്ങള്, നമ്മൾ പോലും വിചാരിക്കാത്ത ചില ബറക്കകള് ഒക്കെ നമുക്ക് അനുഭവപ്പെടും. പക്ഷെ ഇത് നമുക്ക് എല്ലാ സമയത്തും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പാട്ട്. അല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മുടെ കഴിവിന്റെ പരമാവധി നമുക്ക് ശ്രമിക്കാം. ബാക്കിയൊക്കെ ശ്രമങ്ങളെ കൗണ്ട് ചെയ്യുന്നവനാണ് അല്ലാഹ്. അല്ലെ? വേറെ ആരും കൗണ്ട് ചെയ്യില്ല. നമ്മുടെ ശ്രമങ്ങളെ ആരെങ്കിലും കൗണ്ട് ചെയ്യോ? ഇല്ല. നമ്മൾ ചെയ്ത റിസൾട്ടിനെ മാത്രമേ ആളുകൾ അപ്രിഷിയേറ്റ് ചെയ്യുള്ളൂ, കൗണ്ട് ചെയ്യുള്ളൂ. അല്ലെ? ശ്രമങ്ങളെ കൗണ്ട് ചെയ്യുന്നവനാണ് അല്ലാഹ്. അപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയുന്ന രീതിയിൽ അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് കഴിഞ്ഞാല് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമുക്കറിയാം ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരില്ല എന്നുള്ള വിശ്വാസം. അതാണ് നമ്മുടെ അടിത്തറ. ഇൻഷാ അല്ലാഹ്. അപ്പൊ സമയം വല്ലാണ്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ബാങ്കിന്റെ ഒരു ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അത്രമാത്രം ആഗ്രഹിച്ച് നമ്മൾ അള്ളാഹിനെ കാണാൻ വേണ്ടി അള്ളാഹുമായിട്ടുള്ള നമ്മുടെ സംഭാഷണം നന്നാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ഒരുങ്ങുമ്പോ, കാണാൻ ആഗ്രഹിക്കുമ്പോ നാഥൻ നമ്മളെയും കാണാൻ ആഗ്രഹിക്കുന്നതാണ്. അല്ലെ? അങ്ങനെ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോ അങ്ങനെ നമ്മൾ ആ ബാങ്ക് കേട്ട് പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് വുസു. അല്ലെ? പിന്നെ നമ്മൾ ഒരുങ്ങാൻ പോവാണ്. അല്ല, നമ്മൾ ബാങ്ക് കേട്ടതിന് ശേഷം നമ്മൾ ദുആ ഉണ്ട്. അല്ലെ? ആ ദുആയ്ക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ദുആ നമ്മൾ പറയുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേക സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഫളീല, വസീല, അത്തരം സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന നടത്തിയാൽ നമുക്ക് അതിന് പ്രത്യേകം കൂലിയുണ്ട്. അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ പ്രാർത്ഥനകളൊക്കെ എന്താ പറയാ, അർത്ഥം ഉൾക്കൊണ്ട് നമ്മളത് പറയുക എന്നുള്ളതാണ്.
അതിനുശേഷം നമ്മള് വുദു എടുക്കാൻ പോവാണ്. ആ ഒരു വുദു എടുക്കുമ്പോഴും ബിസ്മി പറഞ്ഞു തന്നെ നമ്മൾ വുദു എടുക്കണം. ബിസ്മി ഇല്ലാത്തവന് വുദു ഇല്ല എന്നാണ്. ആ ബിസ്മി പറഞ്ഞു തന്നെ നമ്മൾ ആ ഒരു വുദു എടുക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഓരോ അവയവങ്ങളും നമ്മൾ കഴുകി ശുദ്ധീകരിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ പാപങ്ങളാണ് നമ്മൾ ഈ കഴുകി കളയുന്നത്. നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തു പോയ നമ്മുടെ പാപങ്ങളെയാണ് നമ്മൾ കഴുകി കളയുന്നത്. ഇനി നമ്മുടെ കഴിവിന്റെ പരമാവധി അതൊന്നും ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും എന്നുള്ളൊരു വാഗ്ദാനവും നമ്മുടെ മനസ്സിലുണ്ടാവണം, പഠിച്ചവനോട് ഉണ്ടാവണം. അങ്ങനെ ആ ഒരു ചെയ്തു പോയ തെറ്റുകളെ ഓർത്തും ഒക്കെ ഉള്ള പശ്ചാത്താപത്തിലും അള്ളഹാനോടുള്ള സ്നേഹം കൊണ്ടും പേടി കൊണ്ടും ഒക്കെ ആയിട്ടാവണം അലി റളിയല്ലാഹു അൻഹുവിന് കൈകൾ വിറച്ചിരുന്നത്, അല്ലെ? അതുപോലെ തന്നെ ആ ഒരു വുദൂവിന് ശേഷം ഉള്ള പ്രാർത്ഥനയുണ്ട്. അതും അതുപോലെ തന്നെ ഒരു സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ് വുദൂവിന് ശേഷമുള്ള പ്രാർത്ഥനകൾ പറയുമ്പോൾ. ഞാൻ ആ സമയത്തിന്റെ ഒരു കുറവ് കൊണ്ട് പ്രാർത്ഥനയിലേക്കും അതിന്റെ ഇതിലേക്കും ഒന്നും പോകുന്നില്ല. അതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. മാത്രല്ല അതൊക്കെ നമുക്ക് നല്ല ഒതന്റിക് ആയിട്ടുള്ളത് നമുക്ക് അവൈലബിളും ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാവുന്നതുമാണ്. അപ്പൊ അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. അപ്പോ ഇതാണ് നമ്മുടെ നമസ്കാരത്തിന്റെ മുന്നൊരുക്കം. ബാങ്കിന്റെ ഓരോ സെന്റൻസും ഓരോ വാക്കുകളും നമ്മൾ അർത്ഥം ഉൾക്കൊണ്ട് നമ്മളിലേക്ക് ഉൾക്കൊണ്ട് നമ്മളത് കേൾക്കുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അള്ളാഹു ആയിട്ടുള്ള ആ ഒരു സംഭാഷണം, നമ്മുടെ ആ ഒരു ഇബാദത്ത് ഏറ്റവും നല്ല രൂപത്തിലാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് വുദു. അത് ഏറ്റവും നല്ല രൂപത്തിൽ ഭയഭക്തിയോടു കൂടി തന്നെ എടുത്ത് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അപ്പോ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ആ ഒരു ബാങ്കിന്റെ ആ ഒരു ഇമ്പോർട്ടൻസും അതുപോലെ അറ്റ്ലീസ്റ്റ് ആ ഒരു തക്ബീർ ചൊല്ലുമ്പോഴെങ്കിലും നമ്മളുടെ ആ ഒരു മനസാന്നിധ്യവും തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒന്ന് കൊണ്ടുവരാനായിട്ട് സഹായിക്കും ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹ് സഹായിക്കുമാറാകട്ടെ. പക്ഷെ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള ഓർമ്മപ്പെടുത്തലുകളും കേൾക്കലുകളും പഠനങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ. അപ്പോൾ അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ അവൻ ഇഷ്ടപ്പെടുന്ന ഇബാദത്തുകളും കൂടുതൽ കൂടുതലായി ചെയ്യാൻ നാളെ പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണം. ഇവിടെ ഇപ്പോൾ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഫെംറ്റ്യൂണിന്റെ ഗ്രൂപ്പുകളിൽ പാർട്ടായിരിക്കുമല്ലോ, ആ ഗ്രൂപ്പുകളിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഇവിടെ പുതിയതായിട്ടുള്ള കാര്യങ്ങളോ അറിവുകളോ ഒന്നുമല്ല, പ്രയോജനപ്പെടുന്ന കുറച്ച് ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നടത്തിയത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ആ ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ തീർച്ചയായിട്ടും അതറിയിക്കുക. അത് കൂടുതൽ ഇങ്ങനത്തെ സെഷൻസ് കൂടുതൽ നമുക്ക് കൊണ്ടുവരാനും അത് മെച്ചപ്പെടുത്താനും ഒക്കെ നിങ്ങളുടെ വാക്കുകൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇൻഷാ അള്ളാ. വാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.